കേരള സർവകലാശാലയെ നിർണായക സെനറ്റ് യോഗം ഇന്ന്. യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുത്തേക്കും. വിസിക്കെതിരെ ഇടതംഗങ്ങൾ പ്രതിഷേധമറിയിക്കും. അതേസമയം ഗവർണർക്കും VC മോഹനൻ കുന്നുമലിനുമെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാൻ SFI. സർവകലാശാലയിലേക്ക് ഇന്ന് SFI പ്രതിഷേധ മാർച്ച് നടത്തും. സുനിഷ അയിലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഗുഡ് മോർണിംഗ്. നിർണായക യോഗമാണ് നടക്കുന്നത്. ഒപ്പം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടല്ലേ? ഉറപ്പായിട്ടും ശ്രുതി, അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. നവംബർ 1 നടത്തേണ്ട സെനറ്റ് യോഗമായിരുന്നു. പക്ഷെ അന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇന്നത്തേക്ക് മാറ്റുകയും ചെയ്തത്. 8:30 നിർണായക സെനറ്റ് യോഗം ചേരുന്നത്. ഈ പറഞ്ഞതുപോലെ അജണ്ട പ്രകാരം പരീക്ഷാ നടത്തിപ്പും ഒപ്പം തന്നെ ചില ബിരുദങ്ങൾ അംഗീകരിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വലിയ തരത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്താനാണ് ഇടതംഗങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു യോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പല വിഷയങ്ങളിലും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതംഗങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യുന്നത്. സെനറ്റ് യോഗം ചേരുന്നത് തന്നെ ചട്ടവിരുദ്ധമാണ് എന്ന ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ ഡീനായിട്ടുള്ള വിജയകുമാരിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായി ഡീനിനെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ആവശ്യം യോഗത്തിൽ തന്നെ ശക്തമായി എടുക്കാനുള്ളൊരു തീരുമാനം കൂടി ഏതായാലും നിലവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ രജിസ്ട്രാർ, കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഇന്നത്തെ സെനറ്റ് യോഗത്തിലും ശക്തമായി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ കൃത്യമായി VS അനിൽകുമാറിനെ തിരിച്ചെടുക്കണമെന്നുള്ളൊരു ആവശ്യം ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നെങ്കിൽ പോലും അന്ന് VC അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഈ വിഷയം പറയുക, അതിൽ പ്രതിഷേധം ശക്തമാക്കുക, ഉയർത്തുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രുതി, ശരി. സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.